മലയാളി താരവും ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന ചർച്ചകൾ സജീവമായി തുടരുന്നതിനിടെ അതിന്റെ കാരണക്കാരനെക്കുറിച്ചുള്ള മുൻ ഇന്ത്യൻ താരത്തിന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധ നേടുന്നു. രാജസ്ഥാൻ റോയൽസിൽ അദ്ദേഹത്തിന്റെ സഹതാരമായ റിയാൻ പരാഗാണ് സഞ്ജുവിനെ ടീം വിടാൻ കാരണമെന്ന് വെളിപ്പെടുത്തൽ. മുൻ ഇന്ത്യൻ താരം എസ് ബദ്രിനാഥാണ് ഇത്തരമൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് സഞ്ജു ടീം വിടാനുള്ള കാരണം റിയാൻ പരാഗ് എന്ന ബദ്രിനാഥിന്റെ വെളിപ്പെടുത്തൽ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം. എനിക്ക് തോന്നുന്നത് റിയാൻ പരാഗാണ് കാരണക്കാരൻ എന്നാണ്. റിയാൻ പരാഗിനെ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സാഹചര്യം വന്നാൽ സഞ്ജുവിനെ പോലെ ഒരു താരം എങ്ങനെ ടീമിൽ തുടരാനാണ്? ഈ കഴിഞ്ഞ IPL സീസണിൽ സഞ്ജു പരിക്കേറ്റ് പുറത്തിരുന്നപ്പോൾ ടീമിനെ നയിച്ചത് റിയാൻ പരാഗാണ്. പരിക്കിൽ നിന്ന് മുക്തനായി കളത്തിലേക്ക് തിരിച്ചെത്തിയ മത്സരങ്ങളിൽ സഞ്ജു ഇമ്പാക്ട് പ്ലെയർ ആയപ്പോഴും ടീമിനെ നയിച്ചത് പരാഗ് തന്നെ. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളോടും മുൻ ചെന്നൈ താരം കൂടിയായ ബദ്രിനാഥ് പ്രതികരിച്ചു. കരിയറിന്റെ അവസാന ഘട്ടത്തിലുള്ള മഹേന്ദ്ര സിംഗ് ധോണിക്ക് തത്തുല്യനായ കളിക്കാരനെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേയിങ് 11-ൽ സഞ്ജുവിന് ഇടമൊരുക്കുന്നത് പ്രയാസകരമായിരിക്കുമെന്നാണ് ബദ്രിനാഥിന്റെ പക്ഷം. സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുന്നുവെന്നിരിക്കട്ടെ, വിക്കറ്റ് കീപ്പർ ബാറ്ററും ക്യാപ്റ്റനുമായ മഹേന്ദ്ര സിംഗ് ധോണിക്ക് ഒത്ത പകരക്കാരനാകുമെന്ന കാര്യത്തിൽ തീർച്ച. ബാറ്റിംഗ് ഓർഡറിൽ 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യാനാകുന്ന താരമാണ് സഞ്ജു. എന്നാൽ പ്ലേയിങ് 11-ൽ 5-മതോ 6-മതോ പരീക്ഷിക്കാൻ പറ്റിയ താരമല്ല സഞ്ജു. നിലവിൽ ചെന്നൈയുടെ പ്ലേയിങ് 11-ൽ മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളിലെല്ലാം മികച്ച ബാറ്റർമാരുണ്ട്. ആയുഷ് മാത്രേ, ഋതുരാജ് ഗേക്വാൾ, ദുവാർഡ് ബെർവിസ് തുടങ്ങിയവരെല്ലാം ഈ സ്ഥാനങ്ങളിൽ ഇടമുറപ്പിച്ചവരാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നായക സ്ഥാനമാണ്. ധോണി ടീമിനെ നയിക്കാൻ തയ്യാറായാലും ഇല്ലേലും നിലവിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാളാണ്. ഒറ്റ സീസണിൽ മാത്രമാണ് ഋതുരാജ് ഇതുവരെ ടീമിനെ നയിച്ചത്. സാംസണിനെ ടീമിലെത്തിച്ച് നായകസ്ഥാനം കൈമാറിയാൽ ഗെയ്ക്വാളിന്റെ അവസ്ഥ എന്താകും? അതും കൂടി നോക്കണ്ടേ. സഞ്ജുവിന്റെ കാര്യത്തിൽ ചെന്നൈ തീരുമാനം കൈക്കൊള്ളും മുമ്പ് ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ബദ്രിനാഥ് പറഞ്ഞത്.